ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട് പെരുന്നാൾക്ക് മുന്നായിട്ട് തന്നെ. അപ്പോൾ അതിന് കുറച്ച് വീഡിയോസൊക്കെ ആണ് എടുത്തിരിക്കണത്. അപ്പോൾ ഇത് അടിക്കുന്നത് ഒരു ഗൗണാണ്. ഇതിന് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര രസമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊരു ഗൗണാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവും പിന്നെ കുറച്ച് അടിയിൽ കുറച്ച് വർക്കുകൾ മാത്രമേ വെക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മെറ്റീരിയലും കൂടെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അടുത്തത് വെട്ടി വെക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തും വെട്ടി വെക്കും, പിന്നെ അടിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ എൻഡിങ് ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെറ്റീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. രാവിലെ കേട്ടോ ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയായിട്ടുണ്ട്. രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചില്ല. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറും അയല മീൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. പിന്നെ വൈകുന്നേരത്ത് കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രാത്രിയായി വന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് തുണി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ നമ്മൾ അടിക്കണതും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എവിടെ വെച്ചിട്ട് അടിക്കണം എന്നുള്ള ഒരു എന്താ പറയുക, വർക്കിംഗ് സ്പേസുള്ള ഒരു ടൂർ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഹോം ടൂർ അല്ല, വർക്കിംഗ് സ്പേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അടുക്കളയായിട്ട് തോന്നും, പക്ഷേ അടുക്കളയല്ല. അപ്പോൾ ഒരു വർക്കിംഗ് ഏരിയ ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഈ ഒരു മൊത്തത്തിലുള്ള സ്പേസ് ഞാൻ വർക്കിംഗ് ഏരിയ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനത് ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനി അടിക്കാനിരിക്കുന്നതിന് മുന്നേ നമ്മൾ പോയി ഭക്ഷണം കഴിക്കണം. അപ്പോൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് പൊറോട്ട ആയിട്ട് വാങ്ങിയത്. അപ്പോൾ പൊറോട്ടയും ഗ്രേവിയും കൂടെ കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ആ കറിക്ക് അത്ര ഒരു രസം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മുട്ടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കൊത്തു പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കടകളിലൊക്കെ കൊത്തു പൊറോട്ട ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ കറണ്ട് വെച്ചിട്ട് ഇങ്ങനെ കൊത്തിയിട്ടാട്ടോ അതിങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചട്ടി ചൂടായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു സവാളയാണ് എടുത്തത്. അത് കുനുകുനാന്ന് ഇങ്ങനെ ചോപ്പറിലിട്ട് അരിഞ്ഞത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീളത്തിൽ അരിയാൻ നിൽക്കരുത്, ഇങ്ങനെ തന്നെ അരിയണം. അപ്പോഴേ അത് കാണാനും രസം ഉണ്ടാവുള്ളൂ. കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവില്ല. കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അരിയണം കേട്ടോ. പിന്നെ പച്ചമുളക് ഇതേപോലെ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പച്ചമുളകും ഈ സമയത്ത് തന്നെ ഇടണം കേട്ടോ, ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കണത് കുറവാണ്. അതായത് ഇത്രയും പൊറോട്ടയ്ക്ക് കുറച്ചും കൂടെ സവാളയും അതുപോലെ തക്കാളിയൊക്കെ വേണമായിരുന്നു. ഞാൻ പിന്നെ കുറച്ചായിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു കൊത്തു പൊറോട്ടയ്ക്ക് മസാലപ്പൊടി വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കൊത്തു പൊറോട്ട ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു 3 കോഴിമുട്ട വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ഒഴിച്ചിട്ടുള്ളൂ, സിമ്പിളായിട്ടല്ലേ. അപ്പോൾ അത് 2 ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊറോട്ടയും ഈ മുട്ടയും കൂടെ നല്ലപോലെ മിക്സായി കിട്ടണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ഇതിൽ അധികം തന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് 2 പ്രാവശ്യമായിട്ട് തന്നെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് മല്ലിയില അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ, വീട്ടിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആദ്യം കുറച്ച് മലയാളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ഈ ഒരു ടൈമിൽ നമ്മൾ പൊറോട്ടയ്ക്ക് വാങ്ങിയിട്ടുള്ള ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കണം, കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രേവിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫിൻ്റെ ഒക്കെ കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കൊത്തു പൊറോട്ടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള പരിപാടി ഈ ഒരു മല്ലിയില കേട്ടോ. മല്ലിയില അധികം ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കറിവേപ്പില അതിലേക്ക് ആവശ്യമില്ല, മല്ലിയില മാത്രം മതി. പിന്നെ എക്സ്ട്രാ അതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക. ചിലപ്പോൾ നമ്മളിങ്ങനെ മുട്ടയും ഇതൊക്കെ എക്സ്ട്രാ ചേർത്തുകൊണ്ട് ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഈ ഫുഡും കഴിച്ചിട്ട് ഞാൻ നേരെ പോയി കിടന്നുറങ്ങിയിട്ടില്ല, നേരെ കുറച്ച് നേരം അടിച്ചു കേട്ടോ. എന്നിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ബൈ.